നമസ്കാരം. ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം. ചോതി നാളുകാർ ദേവഗണക്കാരാണ്. പൊതുവെ സ്വപ്നജീവികളുമാണെന്ന് കരുതപ്പെടുന്നു. തങ്ങളുടെ മനോമണ്ഡലത്തിൽ വളരെയധികം സങ്കല്പങ്ങൾ മെനഞ്ഞു കൂട്ടുകയും ആ സങ്കല്പങ്ങളുടെ അനന്തവിഹായസിൽ ചിറകടിച്ചു പറക്കുകയും ചെയ്യുക, സങ്കല്പലോകത്തിൽ മുഴുകി ജീവിക്കുക, ഇതൊക്കെ ചോതി നാളുകാരുടെ സാമാന്യ സ്വഭാവങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കാം, സ്വാതി തിരുനാൾ മഹാരാജാവ് തിരുമനസിൻ്റെ നക്ഷത്രം ചോതി അഥവാ സ്വാതിയാണ്. അദ്ദേഹവും ഒരു പരിധിവരെ സങ്കല്പലോകത്ത് അഭിരമിക്കുന്ന വ്യക്തിത്വമാണെന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയാം. വളരെയധികം ആലോചനയോടുകൂടി മാത്രം പ്രവർത്തിക്കുന്നവരും ഏത് തീരുമാനങ്ങൾ എടുക്കുന്നതിനും മുൻപ് ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെ വിലയിരുത്തുന്നവരുമായിരിക്കും ചോതി നക്ഷത്രക്കാർ. തികഞ്ഞ സത്യസന്ധതയോടുകൂടി മറ്റുള്ളവരോട് ഇടപെടുകയും അന്യരുടെ വികാര വിചാരങ്ങളെ നന്നായി മാനിച്ച് ഇടപെടുകയും ചെയ്യുന്നവരായിരിക്കും ചോതി നാളുകാർ. നിങ്ങളുടെ തീരുമാനം മറ്റുള്ളവർക്ക് പൊതുവെ അംഗീകരിക്കാൻ വളരെ എളുപ്പമുള്ളതായി കാണപ്പെടാറുണ്ട്. എല്ലാവർക്കും പ്രിയങ്കരമായ സ്വഭാവം ചോതി നാളുകാരുടെ ഒരു പൊതു സ്വഭാവമാണ്. ഇപ്പോഴത്തെ സമയം പൊതുവെ മെച്ചപ്പെട്ടതാണ്. ജീവിതത്തിൽ വളരെ അനുകൂലമായ പരിവർത്തനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. ജാതകത്തിൽ ഈ ഒക്ടോബർ മാസത്തിന് ശേഷം വളരെയധികം അവിസ്മരണീയമായ മാറ്റങ്ങളും ഒരു വഴിത്തിരിവ് തന്നെയും ഉണ്ടാകാവുന്ന സാഹചര്യം കാണുന്നു. നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ പര്യാപ്തമായ, ജീവിത സാഹചര്യങ്ങളെ ആകെ പരിവർത്തനപ്പെടുത്തുവാൻ പര്യാപ്തമായ ഒരു അപൂർവമായ സൗഹൃദമോ ആത്മബന്ധമോ ഈ കാലത്ത് ഉടലെടുക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തികച്ചും നൂതനമായ ബന്ധങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയുണ്ട്. കുടുംബത്തിൽ വളരെയധികം ആനന്ദകരമായ ചില സാഹചര്യങ്ങൾ അനുഭവപ്പെടുന്നതിനുള്ള അന്തരീക്ഷം സംജാതമായേക്കാം. തൊഴിൽപരമായി വളരെ നേട്ടങ്ങൾ നിങ്ങളെ തേടി വരുന്ന സാഹചര്യം ഉണ്ടായേക്കാം. ജീവിതത്തിൽ വളരെ ആലോചിച്ചെടുക്കുന്ന പല തീരുമാനങ്ങളും ഭാവിയിൽ വളരെ ശ്രേഷ്ഠമായ വിജയങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്നതായി കാണാം. നിങ്ങളുടെ ഇപ്പോഴത്തെ രാശി മേഖലയിൽ വളരെ സൗഭാഗ്യപൂർണമായ ഒരു രാജയോഗ സ്ഥിതിയാണ് തെളിഞ്ഞു വരുന്നത്. ഇത് ഭാവിയിൽ വളരെ ഉയർച്ചയും പുരോഗതിയും കൈവരിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചേക്കാമെന്ന് കാണുന്നു. ഇപ്പോഴത്തെ നിങ്ങളുടെ രാശിയുടെ അവസ്ഥ ശരിയായി പ്രശ്നചിന്തയിലൂടെ വിലയിരുത്തി ഏറ്റവും ഉത്തമമായ പരിഹാരകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് കാണുന്നു. നിങ്ങളുടെ ആരൂഢമണ്ഡലത്തിലെ ദോഷങ്ങൾ ഒരു ജയസുദർശന പൂജയിലൂടെ പരിഹരിക്കുകയും അതോടൊപ്പം വീടിന് ഉചിതമായ വിധത്തിൽ സ്ഥലരക്ഷ ചെയ്യുകയും ചെയ്താൽ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കടന്നു വരാൻ സാധ്യതയുള്ള ദോഷങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോകുന്നതിനുള്ള സന്ദർഭം നിങ്ങൾക്ക് കൈവരുന്നതായിരിക്കും.